അവസാന ലാപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വെട്ടിമാറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതോടെ ഈ മണ്ഡലത്തിൽ ബി.ജെ.പി. ഏകപക്ഷീയമായിട്ടാണ് വിജയിച്ചത്. എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്നറിയാതെ അത്രയും നാൾ ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടി അന്തം വിട്ട് നിൽക്കേണ്ട ഗതിയുമുണ്ടായി. കൃത്യമായും പണം ഇറക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്ന് വോട്ടർമാർക്കടക്കം മനസ്സിലായപ്പോൾ പിന്നീട് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അതിനപ്പുറത്ത് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം പോലും മണ്ഡലത്തിൽ എവിടെയും കണ്ടില്ല. ഒറ്റ പോസ്റ്ററുകളിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്നതടക്കമുള്ള തരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിമാറ്റിയത് ഗുജറാത്തിലെ സൂറത്തിലാണ്. എന്നാൽ കോൺഗ്രസ് ഇതേ ഗുജറാത്തിൽ ജനിബൻ തക്കൂർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ബനസ്കന്ത എന്ന മണ്ഡലം ബി.ജെ.പിയിൽ നിന്നും പിടിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിച്ചതും ഇതേ അവസരത്തിൽ തന്നെയാണ്. ഇതേ രാഹുൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ്. സത്യം പറഞ്ഞാൽ 400 സീറ്റ് സ്വപ്നം കൊണ്ടിറങ്ങിയ ബി.ജെ.പിക്ക് ഒരു തിരിച്ചടിയായിരുന്നു യു.പിയിലെ 39 സീറ്റും ഗുജറാത്തിലെ 4 നൂറ്റാണ്ട് പിന്നിട്ടതിനു ശേഷം ബി.ജെ.പി. ഭരണം തകർത്തുകൊണ്ട് ഇന്ത്യ മുന്നണി നേടിയ ഈ ഒരു സീറ്റും. ഇതോടെ ബി.ജെ.പിയെ തന്നെ ഔട്ടാക്കിക്കൊണ്ടുള്ള 6 തേരോട്ടത്തിന് മഹാരാഷ്ട്രയും ഹരിയാനയും ഇപ്പോഴത്തെ ഡൽഹിയും സാക്ഷ്യം വഹിക്കുമ്പോൾ കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്നത് സത്യം തന്നെയാണ്. ഇവിടങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും പ്രതിക്കൂട്ടിലുമാണ്. ഇതേ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഡൽഹിയിൽ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞു ഒറ്റയ്ക്ക് മത്സരിച്ച് 3ാമത് മുഖ്യമന്ത്രി ആകാമെന്ന പൂതിയിൽ മത്സരത്തിനിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന് വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസ് വോട്ടിംഗ് ശതമാനത്തിലടക്കം നില മെച്ചപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതോടെ കെജ്രിവാളിന് മനസ്സിലായി, അതായത് ഇനി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അള്ളു പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ മുന്നേറാവില്ല എന്ന്. കാര്യം 2013 ഷീലാ ദീക്ഷിത്തിന്റെ ഭരണത്തിൽ അഴിമതി ആരോപിച്ച് അവരെ തോൽപ്പിച്ചതടക്കം ചരിത്രം സൃഷ്ടിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഭരണത്തിൽ കയറിയത്. ഇവിടെ കെജ്രിവാളിന്റെ തോൽവിയിൽ ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ എ.പി.യുടെ എ ടീമായ ബി.ജെ.പി. ആണെന്ന് ഉറപ്പിച്ചു പറയാം. എന്നാൽ ഇനി പഞ്ചാബിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഗതി കിട്ടാതെ അലിയുകയാണ് എ.പി. 2027 ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അരങ്ങേറാനിരിക്കുകയാണ്. ഇവിടെ ബി.ജെ.പി. വിരുദ്ധ വോട്ടുകൾ പെട്ടിയിലാക്കാൻ എ.പി. കോൺഗ്രസിനൊപ്പം ചേരുമെന്നുള്ള സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം അതല്ലാതെ അവർക്ക് മുമ്പിൽ മറ്റു വഴികളില്ല. കാരണം എ.പി.യിലെ പല നേതാക്കളും കോൺഗ്രസിലേക്ക് ചേക്കേറി തുടങ്ങിയിട്ടുണ്ട്. അതുകൂടി കണക്കാക്കുമ്പോൾ കെജ്രിവാൾ ഗുജറാത്തിൽ കോൺഗ്രസിന് കീഴടങ്ങുന്നതാണ് നല്ലത്.